ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ട് പരിചയമുണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഒരു പ്രൊമോഷന്റെ ഭാഗമായി ഞാൻ കൊല്ലത്തേക്ക് വന്നതായിരുന്നു. അപ്പൊ കൊല്ലത്ത് വന്ന സ്ഥിതിക്ക് എന്തായാലും വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. രാവിലെ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ കൊച്ചിയിൽ നിന്ന് ഇറങ്ങി ഒരു 10 മണി 11 മണിയായപ്പം ഷോപ്പിലെത്തി. അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് 5 മണിയായി. അപ്പോഴത്തേക്കും പിന്നെ 1-1.5 മണിക്കൂറുണ്ട് വീട്ടിലോട്ട്. അതുകൊണ്ട് നോമ്പ് മുറിക്കൽ സമയത്തൊന്നും വിടത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ചാറ്, മീൻകറി, മീൻ പൊരിച്ചത്, ചീനി, ചൊക്ക, പുളിശ്ശേരി, ഇറച്ചി, വട എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് എല്ലാം ഇരുന്ന് തിന്നാം. ഓക്കെ. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവർക്കും കൊടുക്കാം. ഉമ്മാക്കെടുത്ത്, ഉമ്മാക്കെടുത്ത്, പൊന്നിനെടുത്ത്, അത്താക്കെടുത്ത്, എനിക്കെടുത്ത്, അങ്ങനെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സും എടുത്ത്. അപ്പോൾ ആ ഡ്രസ്സും കാണിച്ചു തരാം, നമ്മുടെ ചോറും കാണിച്ചു തരാം. പിന്നെ വീട് നമ്മൾ കുറച്ച് പണിഞ്ഞിരുന്നു. ഞാൻ ഷോർട്സിനകത്ത് പറഞ്ഞായിരുന്നു വീടിൻ്റെ പുറത്ത് ഇപ്പോൾ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. എല്ലാം കംപ്ലീറ്റ് ഒന്നും ആയില്ല. പെയിന്റ് അടിക്കാൻ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയത് വരെ അതും കാണിച്ചു തരാം. തായ്ലാൻഡിലെ ലാസ്റ്റ് ബ്ലോഗിനകത്ത് നിങ്ങൾക്ക് എന്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പെട്ടെന്ന് ഇങ്ങോട്ടായിരിക്കും നിങ്ങളുടെ എല്ലാവരും കണ്ടുവന്നത്. കാരണം ഇവിടെ ഒരു പിമ്പിൾ വന്നത് പൊട്ടിയ നല്ല പാടുണ്ടായിരുന്നു. നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ പിമ്പിൾസ് പൊട്ടിയ പാടാവാം, ആക്നെ മാർക്സിന്റെ പാടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ്, അങ്ങനെ പലതും ആവാം. പക്ഷെ ഏതൊരു ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒരു സെറം ഉണ്ടെങ്കിലും, അപ്പം ആ സെറമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസർ ആണ് കേട്ടോ. ഇത് 100% നാച്ചുറൽ ടെർമറിക് എക്സ്ട്രാക്ട് ആണ് കേട്ടോ. അതും 100% ഓർഗാനിക് സോഴ്സ്ഡ് സ്വരസ കോൾഡ് പ്രസ് ടെക്നിക്കാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ സ്പോട്ട്ലെസ് ഗ്ലോ തരാൻ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസനമൈഡും ആണ് കേട്ടോ ഉള്ളത്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇടിച്ചു കൊടുക്കുക. അപ്വേർഡ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പുറത്തു വല്ലതും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഈ സെറം യൂസ് ചെയ്തതിന്റെ ഒരു സൺസ്ക്രീനോട് ഇട്ട് കൊടുത്താൽ. അപ്പൊ ഇന്ന് തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് യൂസ് ചെയ്ത് വാങ്ങിക്കുക. 30% ഡിസ്കൗണ്ട് കിട്ടും. ഇന്ന് തന്നെ വാങ്ങിക്കുക. നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. നിങ്ങളത് കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടണും ഗോൾഡൻ പ്ലേ ബട്ടണും അവിടെ തൂക്കിയിട്ടിരിക്കുക. അല്ലാ, ആരിത്? ഞാൻ വരുന്ന ഒരു ആഹാരം കഴിക്കാതിരുന്നത് സ്നേഹം കൊണ്ടാണോ അമ്മ? അതോ ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിച്ചപ്പോഴത്തേക്ക് വയറ് നിറഞ്ഞിട്ട് ഇച്ചിരി റെസ്റ്റ് എടുത്തായിരുന്നു? സ്നേഹം. ഉമ്മയുടെ സൗണ്ട് മാറിയത് നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചോ? ഞാൻ കഴിയേ. ചോറ്, തോരൻ. അമ്മ എനിക്ക് ഇത്രയും ചോറ് വേണ്ട കേട്ടോ. ഇത്രയും തിന്നൂലമ്മ. ഇത്രയും ഞാൻ തിന്നൂലമ്മ. മാങ്ങാണ്ടി ഉണ്ടോ അതിനകത്ത്? ഓക്കെ. ചോറ്, ചീനി, മീൻ പൊരിച്ചത്, തോരൻ, സലാഡ്, പുളിമുളക് ഉടച്ചത്, പുളിശ്ശേരി. ഇത് ഇറച്ചിയല്ലല്ലോ, ഇല്ലല്ലോ. പില്ലേറി, മീൻകറി, പിന്നെ നമുക്ക് ഏത്തക്കാപ്പം, ഈ അതെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാം. ഈ ശരിക്കും കുറച്ച് പഴങ്ങഞ്ഞി കുടിക്കണമെന്നായിരുന്നു. ഇനി കഴിയാനൊന്നും സമയമില്ല. നമ്മളിപ്പം ഇവിടുന്ന് ഇറങ്ങും. കാരണം നാളെ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസ് പുറകെ ഞാൻ പറയാം എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം നാളെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തോട്ട് പോവാം. സോ നിൽക്കാൻ സമയമില്ല. നാളെ രാത്രി 3 മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഫുഡും കഴിച്ച് ഇവിടുന്ന് ഇറങ്ങും. പിന്നെ നമ്മൾ ഡ്രസ്സ് എല്ലാവരെയും കാണിച്ച് ഒക്കെ തന്നെ. ഇപ്പം നമുക്ക് മുണുങ്ങാം. തോരൻ, മീൻ, അല്ലേ വാ റാഹിലാണ് കൈപുണ്യം. അതൊക്കെയാണ് ഗൈസ് കൈപുണ്യം. പൊക്കല്ലോ കാര്യം പറഞ്ഞു. ഇത് കൊള്ളത്തില്ലേ? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരികളുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന കറി ഏതെങ്കിലും കൊള്ളാന്നൊക്കെ ഞാൻ വന്നിട്ട് ഇവിടെ വന്ന് പറയാം കേട്ടോ. പിന്നെ അങ്ങ് ഊച്ചിക്കറുക. ഇതല്ലേ നിങ്ങൾ ഊച്ചിക്കറി കാണിച്ചിട്ടില്ല? നിങ്ങള്? അള്ളാണ് കാണിച്ചിട്ടുണ്ട്. എന്തിനാ പറഞ്ഞ പിന്നെ അങ്ങ് ഊച്ചിക്കറി. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഇന്ന സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കുന്നതിന് രുചിയൊന്നും ഇല്ലേ, അവരുടെ അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും വരത്തില്ലേ, ഇങ്ങനെ അങ്ങ് ഊച്ചിക്കറുക. നിങ്ങളുടെ മമ്മി എങ്ങനെയാണോ ഗൈസ്? ആരുടെയും കൂട്ടുകാരുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതെന്ന് പറയാം. ഊച്ചിക്കറി കാണിക്കുന്ന അമ്മയാണോ നിങ്ങളത്? എന്റെ അമ്മ അങ്ങനെയാണ്. എന്താടാ ക്യാമറ ഉണ്ടപ്പോ മൂന്നൂടെ വെട്ടിത്തിരിഞ്ഞു വന്നേ? എന്തുവാടാ?
പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? 100% വിജയം. ആർക്ക് എഴുതിയോർക്കോ? എങ്ങനെ ഉണ്ടായിരുന്ന പരീക്ഷ? ഇർഫാനെ കോപ്പി അടിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മള് കോപ്പി എന്താന്ന് കേട്ടിട്ടില്ലല്ലോ. എങ്ങനെ അടിക്കുന്നേ? നിനക്ക് അതിനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാം. ഇർഫാൻ എന്താടാ അരിച്ചിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? A+ കിട്ടുമോ? എത്രണ്ണം കഴിഞ്ഞ്? 2 4 A+ ഉറപ്പാന്നോ? ഒന്നും എനിക്ക് 2 പരീക്ഷ കഴിഞ്ഞപ്പോ എനിക്ക് ഉടനെ മെസ്സേജ് ഇട്ട് തന്നേമ്മ 2 A+ ഉണ്ട് കേട്ടോന്ന്. വീഡിയോ ഇടണ്ട കേട്ടോ. അതാ ആൾക്കാരെന്നോട് എപ്പോഴേ ചോദിച്ചു തുടങ്ങി, പൊന്നുവിന്റെ 10ാം ക്ലാസ് തരില്ലയോ, പൊന്നുവിന്റെ 10ാം ക്ലാസ്സിലെ റിസൾട്ടിന്റെ വീഡിയോ ഇടണേന്നൊക്കെ. നീ പറഞ്ഞു കേട്ടോടാ പൊണ്ണേ, നിന്റെ 10ാം ക്ലാസ്സിലെ റിസൾട്ടിന്റെ വീഡിയോ ഇടണേന്നല്ലേ? 10 എഴുതുന്നില്ല, റിസൾട്ട് ഇല്ല. കാറ്ററിംഗ് പണിക്ക് പോവാന്നേ. 10 പുള്ളപ്പോഴെന്നുണ്ടെങ്കിൽ റിസൾട്ട് വീഡിയോ വരും. ഇത് വരത്തില്ല, അതിന് നോക്കിച്ചോളാം. കൊറേ പേരെന്നോട് കുഞ്ഞു എന്തെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുതാ ഇവിടെ ഉണ്ട്. കുഞ്ഞുനെ അവിടെ കൊണ്ടുപോയി ഇടാൻ പറ്റാത്തത് കൊണ്ട്. ഇത് ഫുള്ള് ക്ലിയർ ആയി അല്ലേ? ഇവിടെ മൊത്തം ക്ലിയർ ആയപ്പം ബാക്കിയെല്ലാം മഞ്ഞ കളറും അവിടെ മാത്രം വെള്ള കളറും. കുഞ്ഞുവിനെ അവിടെ കൊണ്ടിട്ടാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടം ആയതുകൊണ്ടാണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഇവിടെ ആകുമ്പോ ഇവര് ചെറുക്കനങ്ങ് പൊഴുത്ത് പറക്കുവോ? പറക്കാനുള്ള സമയമൊന്നും കൊടുക്കാറില്ല. പറക്കാൻ അത് ട്രെയിൻ ചെയ്യിച്ചാലേ പറക്കത്തുള്ളൂ. മക്കള് ഷർട്ട് എടുത്തിട്ടില്ലെങ്കിൽ സ്റ്റീൽ ബോഡി ഇങ്ങോട്ട് തിരികല്ലേ. ഷവർമ അല്ലേ? ഒരു ബൈറ്റ് എടുക്കട്ടെ കുട്ടാ. ആള് ഭയങ്കര സൈലന്റ് ആയിപ്പോ അല്ലേ? ഇവൻ എന്റെ സ്വഭാവം മാറിച്ച് കഴിയുമ്പോഴാ എന്താ അന്നേരം ഭയങ്കര കയ്യാ. രാത്രി ആകുമ്പോഴാണോ ഈ പണ്ടത്തെ ഞെരിഞ്ഞെടുപ്പൊന്നും കാണില്ലല്ലോ? അങ്ങോട്ട് വിജുവിജ ഇരിക്കും, അങ്ങോട്ട് വിജുവിജ ഇരിക്കും, അങ്ങോട്ട്. ഇവിടുത്തെ കരിമാടി എന്ത് ചെയ്യാ കുഞ്ഞിത്? അതവിടെ ചെറുതായി അത് എടുക്കാൻ നോക്കത്തില്ല. ഒന്നും എടുത്തോണ്ട് അമ്മ കൊള്ളത്തില്ല. എന്തുവാ? എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? വെള്ളമൊക്കെ വന്നെങ്കിൽ കൊണ്ടുപോയോ? ഒരു ദിവസം ഒരു കുപ്പി പാലൊക്കെ വേണം. നീ ഇതെങ്ങനെ ഇതെടുക്കുന്ന? എടാ നീ വിളിയടാ, നീ വിളിച്ചാ വരുവോടാ? നീ എടുക്കാറുണ്ടോ ഇതിന്? ഞാൻ രാത്രി വരുമ്പോ രാത്രി വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്നെ മറന്നു വന്നിട്ടാ. ഇതിന് ഞാൻ മെയിൻ കാര്യം ഒരുപാട് ഞെരിക്കണ്ട. ഇത് പിടിച്ചുമ്മ കൊച്ച് കൊനെ ഇങ്ങനെ പിടിക്കണം. ഈ കൈ രണ്ട് ഇങ്ങനെ പിടിക്കണം. ഇത് സ്കെയില് കൊടുക്കും പിടിക്കണം. ഇത് ചത്തിട്ടില്ല ഗൈസ്. ഞങ്ങളുടെ കിറുങ്ങേരി ശിരുങ്ങാരിയാടാ. ഫോട്ടോഫിയാടാ, കോപ്പിറൈറ്റ് ഇടടാ. ഫാനോഫി കോപ്പിറൈറ്റ് ഡേ ഞങ്ങളുടെ ശിരുങ്കാരി. ഹായ് സ്റ്റീൽ ബോഡി. ഭാരതം കേവലമൊരു മണ്ണല്ല. തൈസ് കാണിക്കും. തൈസ് ഇതിന് ഞാനൊരു വീഡിയോ കാണിച്ചപ്പോ ആൾക്കാർ പറയാ എനിക്ക് എന്താ ഞാൻ കൊണ്ടുവന്നു. ഇവരെന്തൊക്കെ കാണിക്കുന്നതിനെ പിടിച്ച് നല്ല ഞെരടാ. എനിക്കിഷ്ടം. ആറില്ലടാ നീ നോവിക്കുന്നതിനെ. അത് കളിക്കുന്ന എന്റെ കൂടെ
അടങ്ങിയില്ലടാ, അതിന് വേദനിപ്പിക്കാതെ. മക്കളെ എന്ത് ചെയ്തിട്ടി? അയ്യോ എന്റെ പൊന്നിനെ എന്ത് ചെയ്തിട്ടി? ടാറ്റ പറ. ടാറ്റാ. 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 ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് സമ്മാന ചടങ്ങ്. ഇത് എടാ, അയ്യോ എടുത്തൊക്കെ മറന്നു. എടാ മൾബറിയും ചെറിയ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചോ, കഴുകി കഴിച്ചാൽ മതി. നല്ലയാ, കൊണ്ടുപോയി ഫ്രിഡ്ജ് വെച്ച് വാങ്ങിച്ചതാ. നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഓ ഉടുപ്പെടുക്ക. അത് അത് ആ മൾബറി കഴുകി വെക്കണേ അമ്മ. ഇതിന് ചെറിയ ഉണ്ടായിരുന്ന അതിനകത്ത് ചെറിയ ഇതിനകത്തില്ലേ ജ്യൂസ് അടിച്ച് കുടിക്കാതെ കുഴപ്പമില്ല. അത്ത വന്നോ? അത്ത വെള്ളം ഇടത്തില്ലല്ലോ. അത്തയെ കൊണ്ട് വെള്ളം ഇടിയിപ്പിക്കാൻ വേണ്ടി വെള്ള ഷർട്ട് വേണം. അത് എന്റെ ഷർട്ടാന്ന് പറഞ്ഞിരുന്ന ഇപ്പൊ അവരുടെ മോന്ത മാറിയത്. എങ്ങനെയുണ്ട്? ഇഷ്ടായില്ലേ? നല്ല രസല്ലേ? നല്ല കളറല്ലേ? കളറല്ലേ? ഇത് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ ഇത്? ഇത് അവിടെ ഉണ്ട്. എനിക്ക് നീ കളറല്ലോ വാങ്ങിയേ. ആണോ? അത് കുഴപ്പമില്ല. പക്ഷെ നല്ല കളറായോണ്ടാ ഞാൻ എടുത്തേ. നല്ല വർക്കൊക്കെ അല്ലേ? നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാൻ ഇത് എടുത്തു പോയി. എന്റെ ഷാള് പാന്റ് ഇത് വെയിലത്ത് നിൽക്കുമ്പോ കാണാൻ നല്ല തിളങ്ങും. ഞാൻ വെയിലെ തന്നെ നിൽക്കാം. ചെയ്യാനുള്ള തമാശ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുക്കാം. നാളെ തൊട്ട് ഇനി കയറട്ടെ കേട്ടോ. കേരളത്തിൽ ആർക്കായിരിക്കും? പൊന്നുവിനായിരിക്കും. അയ്യോ ഇത് സ്മാളാണ്. അപ്പം എന്റെ കൈ കയറത്തില്ല. ഇത് ഞാൻ ആദ്യം ഒരു ചെക്ക് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നിനക്ക് എല്ലാം കുറെ ചെക്ക് ഇല്ലേ, അതുകൊണ്ട് ഞാൻ ഈ ഒരു വാടിയ കളർ എടുത്തേ. അപ്പൊ നീ ഹൈലൈറ്റ് ആയിട്ട് നിക്കും. പോക്കറ്റ് ഇല്ലേ? ഇടത്തില്ല കേട്ടാ. ഇവന് ഇഷ്ടപ്പെട്ടില്ലേ ഇടത്തില്ല. ഇല്ലാത്ത ഷർട്ടിൽ ഇനിയുണ്ട്. നീ ഇന്നാളെ ഇവിടെ കൊടുത്തല്ലേ ഷർട്ടില്ലേ? ഇത് ഞാൻ അവിടെ വീഡിയോ ചെയ്തിരുന്നയാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ കളർ എടുത്തത്. നമുക്ക് രണ്ടുപേർക്ക് വില എടുക്കാൻ. നിങ്ങളിങ്ങോട്ട് കാണില്ലേ? ഇത് എന്റെ ഇങ്ങോട്ട്. ഇത് ഉമ്മാടെ. രണ്ടുപേരെ പോയി എനിക്ക് കളർ വ്യത്യാസമാണെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാളെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പം അവിടത്തേക്കുള്ളതാണ് ഡ്രസ്. അത് നിങ്ങൾ ഞാൻ ഇടുമ്പോൾ അത്താരക്ക് അടുത്ത ഷർട്ട് കാണിച്ചു കൊടുക്കും. ഷർട്ട് കണ്ടിപ്പോ തല ഇറങ്ങി വീഴും. കാരണം എന്റെ അത്ത ഇതുവരെ ആ ഷർട്ട് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. വെള്ള ഷർട്ട് എനിക്ക് വേണ്ട. വെള്ള ഷർട്ട് ഇട്ടാലേ ആ വെള്ള ഷർട്ട് പെണ്ണ് കെട്ടിയപ്പോഴേ അന്ത പെണ്ണ് കെട്ടിയപ്പോ പിന്നെന്താ വെള്ള ഷർട്ട് ഇടാത്ത? എന്റെ അർത്ഥം മനസ്സിലായോ? ഒരു എട്ടം കൂടെ കല്യാണം കഴിക്കുകയാണെങ്കിൽ വെള്ള ഇടാന്ന്. എന്നാ ഇതിട്ട് നോക്കട്ടാ, പെരുന്നാളിനിടാനല്ലയോ? ഞാൻ ഇവിടെ പറഞ്ഞു പെരുന്നാൾ എനിക്കിടാൻ സാധനമുണ്ട്. മറ്റേ മുട്ടിയിട്ട് അതങ്ങനെ എടുക്കാൻ ഇല്ല. നീ വരാതെ എവിടെ ഇവിടെ പോയിരുന്ന് പഠിക്കാനാണോ അതോ ഇവിടെ ഇരുന്ന് പഠിക്കാനാണോ? അല്ല ചോദിച്ചേ.
ഇവിടെ പൊന്നുവിന്റെ എക്സാം നടക്കുന്നുണ്ട്. ഇവിടെ കനബരളിയും കമ്പിലടിയാണ്. കൊള്ളാവില്ലേ? കുഴപ്പമില്ല. ഇത് മോട്ടാർമ വാങ്ങിച്ചത്. മോട്ടാർമ സ്ക്രീനിന്റെ മുമ്പിൽ വരത്തില്ല, നാണക്കാരിയാണ്, ഭയങ്കര ഷൈയാണ്. ഷൈ ആയിട്ടുള്ള ആള് ബായിൽ ചക്ക ഇട്ട് ചവച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഇതാണ് കേട്ടോ ഫർദ. ഒരു കറുത്ത ഫർദ. ഇവര് കറുപ്പല്ലാതെ വേറെ എടുത്തില്ല. കറുപ്പല്ലാതെ വേറെ ഏതെങ്കിലും കളർ ഇട്ടാൽ അവർക്ക് പ്രായം കുറച്ച് തോന്നി ആമ്പിള്ളേര് വായി നോക്കുന്നുള്ള ഭയം കൊണ്ടാണ് അവർ കറുപ്പ് മാത്രം ഇടുന്നത്. നോക്ക്, ഇഷ്ടപ്പെട്ട് അതിന് നിങ്ങൾ കണ്ടേ നല്ല ഒന്നാമത് കല്ല് മുള്ള് വേണ്ടേ? ഇല്ലല്ലോ ഇനി. ഇവിടെ ഉണ്ട് കല്ല്. ഞാൻ പിന്നെ ഈ ശറവലൊന്നും നിങ്ങള് അടിപൊളിയാട്ടാ. വീഡിയോക്ക് വേണ്ടി കുറച്ച് കൈ നിരുന്നതാണ്. എനിക്ക് മനസ്സിലായല്ലോ. ഒന്നുമില്ല. പിന്നെ ഓക്കെ, അപ്പം ഇത്രയാ ഡ്രസ്സ്. പിന്നെ ഉള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു ഷർട്ടെങ്കിലും ഞാൻ എടുത്തോണ്ട് വരാതിരിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇനി കുറച്ച് ഡ്രസ്സ് ഉള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് നാളെ പോകുമ്പോ കൊണ്ടുപോകാനുള്ളത്. അത് ആക്ച്വലി ഞാൻ കാണിക്കുന്നില്ല. അത് ഞാൻ ഇവിടെ കുറച്ച് പേര് അലക്കുന്നു, അതിന്റെ അകത്ത് കുറച്ച് പേര് അലക്കുന്നു. നാളെ കൊണ്ടുപോകുന്നത് അത് ഞാൻ ആക്ച്വലി അവിടെ ചെന്ന് ഇടുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ ഞാൻ എടുത്തത് വെഡ്സിന്റെ ആണ് കേട്ടോ. അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പുറകെ ഞാൻ ഇടാം. സോ അത്രയൊക്കെ ഉള്ളു. ഇനി പോകുന്നു. എന്താന്ന് കഴിഞ്ഞ അടുത്ത വരെയെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. ഓക്കെ, നിങ്ങൾ ഇനി വീടിന്റെ പണിയുടെ കുറച്ച് പരിപാടികൾ ഞാൻ കാണിച്ചു തരാം. എന്തായി ഏതായി എന്നൊക്കെ ഉള്ളത്. ഈ വീട്ടില് ഷർട്ട് എടുത്തിടാൻ പറഞ്ഞപ്പോ പുതപ്പ് മൂടി വന്നേക്കുക. രാത്രി ആകുമ്പോ ഇവൻ മാനാവും മയിലാവും ഒട്ടകമാവും. ഓടിയൻ ഞരിഞ്ഞില്ലേ, പോയി ഉടുപ്പെടുത്തിട്ട് ഉടുപ്പെടുത്തിരുന്നോ? രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ബാക്കിൽ കാട് കണ്ടു ഗൈസ്, നിഗൂഢത. രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഭയങ്കര കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് രാവിലെ എടുക്കാനുള്ള ഒരു സാഹചര്യം. എന്നോട് കുറേ പേരന്ന് കമൻറ്റിലിട്ടായിരുന്നു കാണിക്കണേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്പോൾ ഈ ഉള്ള ഒരു വെളിച്ചത്തിലൊക്കെ അങ്ങ് എടുക്കാന്ന്. ബാക്കി നമുക്കിതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടൊരു ഫുൾ ഇതായിട്ട് നമുക്ക് ചെയ്യാം. മതിൽ പണിഞ്ഞിട്ടോ, ഗേറ്റ്, അകത്തത് നമ്മളിങ്ങനെ ഇതിനെന്താ പറയുന്നത്, കടപ്പാക്കല്ലോ, ബാംഗ്ലൂർ സ്റ്റോണോ അങ്ങനെ എന്തോ സാധനമാണ് കേട്ടോ. ഇവിടെ അതേ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ. ഇതാ പണി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ആണി അത് ഇതൊക്കെ. ഇപ്പോൾ ഇവിടെ അടിക്കുന്നത് അത്തായ കേട്ടോ. ഇവിടെ ഈ പുല്ലടിക്കുന്നത് അത്തായ. കാരണം എന്തൊക്കെയോ റീസൺസ്. ഈ പുല്ലടിക്കുന്നവർ എത്രയോ കാശ് കൂടുതൽ ചോദിക്കുന്നോ, ഇതിനകത്ത് എത്ര പണിയില്ലെന്നോ, അത് അത്തൊക്കെ ചെയ്യാൻ പറ്റുന്നേ പറഞ്ഞിട്ട് ഇപ്പം അത്താണ് കേട്ടോ ഇവിടെ പുല്ലടിക്കുന്നത്. അത് ഒരു ദിവസം കൊണ്ട് മറ്റേ അവർ വന്നു. ഇനി ഇങ്ങോട്ടൊക്കെ പുല്ലടിക്കാനുണ്ട്, ഇവിടെയൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ പപ്പൂസിനുള്ള കൂട്. പപ്പൂസിന് ഇപ്പോഴാണ് കൂടൊക്കെ ആയിട്ടോ. പിന്നെ തുണി കഴുകുന്ന കല്ല്, നമ്മുടെ പൈപ്പ്, പിന്നെ മറ്റേ പഞ്ചായത്ത് പൈപ്പ്, പിന്നെ നമ്മുടെ കറിവേപ്പില. ഇവിടെ എന്ത് പണിഞ്ഞാലും കുഴപ്പമില്ല, ഈ കറിവേപ്പില കളയരുതെന്നാണ് എൻ്റെ മമ്മി പറഞ്ഞത്. അതുകൊണ്ട് കറിവേപ്പില നമ്മൾ അവിടെ തന്നെ വെച്ചു. പിന്നെ അതെ ഇവിടെ ജസ്റ്റ് നമ്മളാ വിറവരടാ സംഭവം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടി ഉണ്ടോയെന്ന് വെച്ചാൽ ആക്ച്വലി ഇതൊക്കെ വലിയ പരിപാടിയാണ്. ഇനി ഇതൊന്നും പെയിൻ്റൊക്കെ അടിച്ച് സെറ്റായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും കാണാൻ. പപ്പൂസേ വാ, പപ്പേ വാടാ, പപ്പൂച്ചേ വാ, വാടാ. പപ്പൂസനങ്ങുന്നില്ല ഗൈസ്. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പുതിനയിലയാണ്. പുതിനയില നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. പുതിനയില ഈ ഒരു ചട്ടിക്കകത്ത് നിറച്ചും പുതിനയിലയാണ്.
സോ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് വീട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇനി ഒരുപാട് പണി വീട്ടിൽ ചെയ്യാനുണ്ട്. ഇൻറ്റീരിയർ ചെയ്യാനുണ്ട്, കുറേ പണികൾ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഓരോന്നായിട്ടാണ് ചെയ്തു വരുന്നത്. നമ്മൾ ആദ്യമേ ഈ വീട് പണിഞ്ഞതിന് ശേഷം ടൈലിട്ടു, പെയിൻ്റ് അടിച്ചു, കുറച്ച് അത്യാവശ്യം വീട്ടിലോട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കുട്ടി പണികളിൽ നിന്ന് നമ്മൾ ചെയ്ത് ഇതിപ്പോൾ പുറത്ത് ഇത്രയും പണികളിലോട്ട് വന്നു. പിന്നെ നമ്മൾ സ്റ്റെപ്പിൽ കമ്പിയിട്ടു, പുറത്തിരിക്കാൻ കമ്പിയിട്ടു, അങ്ങനെ ഒക്കെ കുറേ പരിപാടികളൊന്നും ചെയ്തു കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇൻറ്റീരിയർ വർക്കും അതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് പെയ്യെ ഓരോന്നൊക്കെ ചെയ്യാം. അതൊക്കെയാണ് നോമ്പൊക്കെയായിട്ടുള്ള വിശേഷങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ. കുറേ പേരെന്നോട് റംലാനായിട്ട് വീട്ടിലെല്ലാവരെയും കാണണം എന്നൊക്കെ പറഞ്ഞു. സോ എല്ലാവരെയും കാണിച്ചു തന്നു. അതേ നമ്മുടെ മേങ്ങ സാടി. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനോട് അമർത്തുക. ദെൻ ബൈ പറയൂ. ബൈ. ഒരാളെ കൂടെ കാണിച്ചു തരാവേ. അവ അറിയുന്നില്ല, തട്ടുന്നതും അവ അറിയുന്നില്ല. അതങ്ങനല്ല, ഞാൻ കാണിച്ചു തരാം. എന്റെ ചിണ്ടിടി മുട്ടിടോ, എന്റെ ചിണ്ടിടി മുട്ടിടോ. അതും കഴിച്ച് വെള്ളമൊക്കെ കുടിക്കും. ഹൈ എടുത്താ ബൈ പറയാൻ പറ. ബെല്ലൈക്കൺ അടിക്കാൻ പറ. എങ്ങനെ അടിക്കുന്നു? ബൈ. എന്തോ ടാറ്റാ ബൈ. ഞങ്ങൾ കൊച്ചി പോവാൻ കുറച്ച് ദിഷ്ടി കിട്ടരുതേ. വിളിക്കാം. നല്ലോണം മുട്ടിയാലേ അതെ, അങ്ങനെ മുട്ടിയെങ്കിലേ മറ്റേ കുട്ടി വീഴത്തുള്ളൂ. കാട്ടുവന്നില്ലേ എത്താതെ തിരിഞ്ഞു നോക്കുന്നു.